നഗരത്തെ ഭീതിയിലാഴ്ത്തി കഴിഞ്ഞ ദിവസം കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലുണ്ടായ തീപിടുത്തത്തിൽ അഗ്നിശമന സേന ഇന്ന് പ്രാഥമിക പരിശോധനാ റിപ്പോർട്ടുകൾ സമർപ്പിക്കും. തീ ആളിപ്പടരാൻ കാരണം അശാസ്ത്രീയ നിർമ്മാണമാണെന്നാണ് അഗ്നിശമന സേനയുടെ വിലയിരുത്തൽ. സംഭവത്തിൽ കസബ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തീപിടുത്തമുണ്ടായ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന് മാത്രം 8 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്നാണ് എഫ്ഐആറിലുള്ളത്. തീപിടുത്തത്തിൽ മൊത്തം 15 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പോലീസ് കണക്കാക്കുന്നത്. എന്നാൽ ഇതിലേറെ നഷ്ടമുണ്ടായതായാണ് വ്യാപാരികളുടെ പ്രതികരണം. തീപിടുത്തമുണ്ടായ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന് NOC ഇല്ലെന്ന് ജില്ലാ ഫയർ ഓഫീസർ KM അഷ്റഫ് അലി പറഞ്ഞു. തകിര ഷീറ്റുകൾ കൊണ്ട് അടച്ചതും ഇടനാഴികളിൽ സാധനങ്ങൾ നിറച്ചതുമാണ് രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലാക്കിയത്. തീ അണയ്ക്കുന്നതിൽ യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്നും ഫയർഫോഴ്സിന്റെ വാഹനത്തിൽ വെള്ളം ഉണ്ടായിരുന്നില്ലെന്നും ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. 4500 ലിറ്റർ വെള്ളമാണ് ഫയർഫോഴ്സിന്റെ വാഹനത്തിൽ ഉൾക്കൊള്ളുന്നത്. ഒരു മിനിറ്റിൽ 2500 ലിറ്റർ വരെ വെള്ളം ചീറ്റാൻ ശേഷിയുള്ള പമ്പുകൾ ഉപയോഗിച്ചാണ് തീ അണയ്ക്കാൻ തുടങ്ങിയത്. 3 മിനിറ്റിനുള്ളിൽ 4500 ലിറ്റർ വെള്ളം തീ അണയ്ക്കുന്നതിനായി ഉപയോഗിച്ചു. വിവരമറിഞ്ഞ് 3 മിനിറ്റിനുള്ളിൽ ഫയർഫോഴ്സിന്റെ ആദ്യ യൂണിറ്റ് സ്ഥലത്തെത്തിയിരുന്നു. മറ്റിടങ്ങളിൽ നിന്നും ഫയർ യൂണിറ്റുകൾ എത്താനെടുക്കുന്ന സമയം മാത്രമാണ് വൈകിയത്. വെള്ളിമാട് കുന്നിൽ നിന്നും പുറപ്പെട്ട വാഹനം ഗതാഗത കുരുക്കിൽ കുടുങ്ങി. ഫയർഫോഴ്സ് വരുന്ന റൂട്ടിൽ ഗതാഗതം സുഗമമല്ലാത്തതും പ്രയാസം സൃഷ്ടിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. പരിശോധനാ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറും. തീപിടുത്തത്തിൽ ഫയർഫോഴ്സ്, പോലീസ്, ഫോറൻസിക്, ഇലക്ട്രിക്കൽ കമ്മീഷണറേറ്റ് തുടങ്ങിയവർ ഇന്നലെ പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. തീപിടുത്തത്തിൽ ദുരൂഹതകൾ ഇല്ലെന്നാണ് കരുതുന്നത്. ഫോറൻസിക് പരിശോധന ഫലം പുറത്തു വന്നാൽ മാത്രമേ കൃത്യമായ കാരണം വെളിവാവുകയുള്ളൂ എന്നും വ്യക്തമാണ്. ഇതേസമയം കത്തിയ വ്യാപാര സ്ഥാപനത്തിന്റെ ഉടമകൾ തമ്മിൽ ചില തർക്കങ്ങളുണ്ടായിരുന്നു. പോലീസ് ഇക്കാര്യവും അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അറിയിച്ചു. കെട്ടിടത്തിലെ അനധികൃത നിർമ്മാണമാണ് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചതെന്ന പരാതി അന്വേഷിക്കും. കെട്ടിട നിർമ്മാണത്തിലെ പിഴവ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്നും മേയർ പറഞ്ഞു. കോഴിക്കോട് എല്ലാ കെട്ടിടത്തിലും ഫയർ ഓഡിറ്റിംഗ് നടത്തുമെന്നും ഉദ്യോഗസ്ഥർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും മേയർ പറഞ്ഞു. ഞായറാഴ്ച വൈകിട്ട് 4:20 പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള വസ്ത്ര വ്യാപാരശാലയിൽ തീപിടുത്തമുണ്ടായത്. തീ പടരാൻ തുടങ്ങിയതോടെ കടയിലുണ്ടായിരുന്നവരെ ഒഴിപ്പിക്കുകയായിരുന്നു. സ്കൂൾ സീസൺ ആയതിനാൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള യൂണിഫോം അടക്കമുള്ള ധാരാളം തുണിത്തരങ്ങൾ കടയിൽ സ്റ്റോക്ക് ചെയ്തിരുന്നു. ബസ് സ്റ്റാൻഡിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വ്യാപാര സമുച്ചയം ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിച്ചു. കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മരുന്ന് ഗോഡൌണും കത്തി നശിച്ചിരുന്നു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പുലർച്ചെയോടെയാണ് തീ പൂർണ്ണമായും അണച്ചത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള പ്രത്യേക ഫയർ എഞ്ചിൻ അടക്കം സ്ഥലത്തെത്തിച്ചിരുന്നു. ഇതുൾപ്പെടെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ 14 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്.